കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് CPM-ന്റെ നയപരമായ വലിയൊരു മാറ്റം കാണാം. അതായത് മാസ്റ്റർ സ്ട്രാറ്റജിയാണ് CPM അവലംബിച്ചിരിക്കുന്നത്. ഈ 2024 പാർലമെന്റ് ഇലക്ഷനിൽ CPM-ന്റെ വോട്ടുകൾ BJP-യിലോട്ട് ചോർന്നു, പല വോട്ടുകളും കോൺഗ്രസിലോട്ട്. അതിന്റെ പേരിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടി, ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാനായി. അപ്പൊ അതിന്റെ തിരിച്ചറിവോടുകൂടിയാണ് CPM-ന്റെ ഷിഫ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതി. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് സ്ഥിരമായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു മുസ്ലിം ലീഗിനെതിരെ. അവർ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗ് ഭരിക്കുന്നത്, അതായത് പ്രത്യേക ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും കേരളം ഭരിക്കുന്നത്. അത് കേരളത്തിന് ബഹുഭൂരിപക്ഷമായി ഈഴവരും ഹിന്ദു കമ്മ്യൂണിറ്റിക്കും പ്രശ്നമുണ്ടാക്കും. ആ സ്റ്റേറ്റ്മെന്റിന് പ്രാധാന്യമുണ്ട്. അത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല അത്. അതിനുശേഷം നോക്കുക, CPM-ന്റെ MP ഗോവിന്ദൻ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, വെള്ളാപ്പള്ളി വർഗീയവാദിയല്ല. അതേപോലെ വിജയരാഘവൻ അദ്ദേഹവും പറയുന്നു വെള്ളാപ്പള്ളി വർഗീയവാദിയല്ല. മനസ്സിലാക്കുക, ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ട് നേതാക്കളും പ്രത്യേകിച്ച് റാഡിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള ജമാഅത്തെ ഇസ്ലാമിയും SDP ഇവരൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി. നേരത്തെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി നടത്തുമ്പോൾ അതിനെ തള്ളിപ്പറയുകയാണ് CPM നേതൃത്വം ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം നേരെ തിരിച്ചു.